നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട 70 വർഷങ്ങൾക്ക് ശേഷം സൗദിയിൽ ഇന്നലെ മുതൽ പുതിയ തൊഴിൽ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. ഇതുമൂലം പ്രധാനമായും 3 ആനുകൂല്യങ്ങളാണ് പ്രവാസി തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. തൊഴിൽ കരാർ അവസാനിക്കുന്ന മുറയ്ക്ക് സ്പോൺസറുടെ അനുമതിയില്ലാതെ സ്പോൺസർഷിപ്പ് മാറാം എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. രാജ്യത്തിന് പുറത്തു പോയി വരുന്നതിന് റീ എൻട്രി വിസ സ്വയം ഇഷ്യൂ ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊന്ന്. കരാർ അവസാനിക്കുമ്പോൾ ഫൈനൽ എക്സിറ്റിൽ രാജ്യം വിട്ടു പോകാനും തൊഴിലാളിക്ക് കഴിയുന്നതായിരിക്കും. സ്പോൺസർഷിപ്പ് മാറ്റം സർക്കാരിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ കിവ വഴിയും രാജ്യത്തു നിന്നുള്ള പോക്കുവരവും രാജ്യം വിടലും അബ്ഷീർ വഴിയുമാണ് സാധ്യമാക്കുന്നത്. അതേസമയം കരാർ തീരുന്നതിന് മുമ്പ് സ്പോൺസറുടെ അനുമതിയില്ലാതെ റീ എൻട്രി വിസയിൽ രാജ്യം വിട്ട് തിരിച്ചെത്താതിരിക്കുകയും മറ്റൊരു തൊഴിൽ വിസയ്ക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ തൊഴിൽ ലംഘന നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്നതാണ്. ഇതുകൂടാതെ കരാർ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സ്പോൺസറിൽ നിന്ന് മറ്റൊരിടത്തേക്ക് തൊഴിൽ മാറാൻ ശ്രമിച്ചാലും വ്യവസ്ഥ പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാൻ തൊഴിലാളി ബാധ്യസ്ഥനാകുന്നതാണ്. റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യൽ ഇനി മുതൽ തൊഴിലാളിയുടെ ഉത്തരവാദിത്തമായിരിക്കും. തൊഴിൽ മാറ്റം ഉദ്ദേശിക്കുന്നവർ 3 മാസം മുമ്പ് തൊഴിലുടമയെ രേഖാമൂലം അറിയിച്ചിരിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ലേബർ റീഫോം ഇനിഷ്യേറ്റീവ് അഥവാ LRI എന്നറിയപ്പെടുന്ന പുതിയ പരിഷ്കാരം സൗദി അറേബ്യയിലെ തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള കരാർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. കരാർ ബന്ധുത്വ നില മെച്ചപ്പെടുത്തൽ ലക്ഷ്യം വച്ച് സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തിറക്കിയ ഉപയോക്തൃ മാർഗരേഖ പ്രകാരം ഇരു കക്ഷികൾക്കും നിരവധി പ്രയോജനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന സവിശേഷതയുമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ രീതി അനുസരിച്ച് എക്സിറ്റ് റീ എൻട്രിക്കോ ഫൈനൽ എക്സിറ്റിനോ വേണ്ടി തൊഴിലാളി ഡിജിറ്റൽ മാർഗത്തിൽ അപേക്ഷ സമർപ്പിച്ചാൽ 10 ദിവസം കാത്തിരിക്കണം. ഇത് തൊഴിലുടമയ്ക്ക് ജീവനക്കാരന്റെ അപേക്ഷ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള കാലയളവാണ്. സമയപരിധിക്കുള്ളിൽ തൊഴിലുടമ പ്രതികരിക്കുന്നില്ലെങ്കിൽ തന്നെ കാലാവധി അവസാനിച്ചതായും 5 ദിവസത്തിന് ശേഷം 30 ദിവസം കാലാവധിയുള്ള വിസ ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ തൊഴിൽ കരാർ കാലാവധി തീരുന്നതിന് മുമ്പ് റീ എൻട്രിയോ ഫൈനൽ എക്സിറ്റോ മൾട്ടിപ്പിൾ റീ എൻട്രിയോ അടിക്കാൻ തൊഴിലാളിക്ക് സ്വയം കഴിയില്ല. നിയമാനുസൃതമായ തൊഴിലാളി ഇഷ്യൂ ചെയ്ത റീ എൻട്രി ഫൈനൽ എക്സിറ്റ് വിസകൾ റദ്ദ് ചെയ്യാൻ തൊഴിലുടമയ്ക്കും സാധിക്കില്ല എന്നതാണ് മാർഗരേഖ പറയുന്നത്. അതേസമയം പ്രവാസി തൊഴിലാളിക്ക് രാജ്യം വിടുന്നതിനോ പോയി തിരിച്ചു വരുന്നതിനോ വേണ്ടി നേരത്തെ തുടർന്ന രീതി പ്രകാരം സമ്മതത്തോടെ റീ എൻട്രി ഫൈനൽ എക്സിറ്റ് മൾട്ടിപ്പിൾ റീ എൻട്രി വിസകൾ അടിച്ചു നൽകുന്നതിന് നിലവിലെ നിയമമനുസരിച്ചും തടസ്സമില്ല. ഫൈനൽ എക്സിറ്റ് വിസ അടിക്കുന്നതിനെ സംബന്ധിച്ച് തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും കഴിയുമെന്നത് ശ്രദ്ധേയമാണ്. പുതിയ ചട്ടമനുസരിച്ച് ഫൈനൽ എക്സിറ്റ് വിസ നൽകാനുള്ള തൊഴിലാളിയുടെ അപേക്ഷ ലഭിച്ച് 10 ദിവസത്തെ കാലാവധി തീരുകയോ തൊഴിലുടമയിൽ നിന്ന് പ്രതികരണമൊന്നും ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ പ്രവാസി തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ കാലാവധി ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 15 ദിവസമായിരിക്കും. തൊഴിൽ കരാർ തീരുന്നതിന് മുമ്പ് ഒരു പ്രവാസി തൊഴിലാളി സ്ഥിര സ്വഭാവത്തോടെ രാജ്യം വിടുകയാണെങ്കിൽ പിന്നീട് സൗദിയിലേക്ക് പ്രവേശിക്കാൻ ആജീവനാന്ത വിലക്കുണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. റീ എൻട്രി വിസയിൽ പുറത്തുപോയി കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യത്തേക്ക് തിരിച്ചെത്താത്തവർക്കും ഇത് ബാധകമായിരിക്കും. ഒരു വിദേശ തൊഴിലാളി റീ എൻട്രി വിസയിൽ രാജ്യം വിട്ട് വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യത്തേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ വിസ നീട്ടി നൽകാനുള്ള പൂർണ്ണമായ അവകാശം തൊഴിലുടമയുടേതായിരിക്കുമെന്നും പുതിയ നിയമം പറയുന്നു. ഇതുകൂടാതെ പ്രവാസി തൊഴിലാളികൾ പുതിയ പരിഷ്കരണം അനുസരിച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്പോൺസർഷിപ്പ് മാറുന്നുവെങ്കിൽ തന്നെ പുതിയ സ്ഥാപനം കഴിഞ്ഞ 3 മാസമായി 80% കുറയാത്ത തോതിൽ വേതന സംരക്ഷണ പദ്ധതിയുടെ വ്യവസ്ഥകൾ പാലിച്ചിരിക്കണമെന്ന് മന്ത്രാലയം വ്യവസ്ഥ ചെയ്യുന്നു. ഇത് മാത്രമല്ല, സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും 100% തൊഴിൽ കരാറും ഡിജിറ്റൽ പോർട്ടലിലെ ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കിയിരിക്കുകയും വേണം. ഒപ്പം സ്വയം വിലയിരുത്തൽ പ്രോഗ്രാമിന്റെ 80% പൂർത്തിയാക്കിയിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. രാജ്യത്തെ തൊഴിൽ നിയമം അനുശാസിക്കുന്ന വിഭാഗങ്ങളിലെ പ്രൊഫഷൻ ഇക്കാമയിൽ രേഖപ്പെടുത്തിയ പ്രവാസികൾക്ക് മാത്രമാണ് ഇങ്ങനെ തൊഴിൽ മാറ്റം സാധ്യമാകുക. ഇതോടൊപ്പം തൊഴിലാളി ആദ്യമായി സൗദിയിൽ എത്തിയവരാണെങ്കിൽ തന്നെ നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ ചുരുങ്ങിയത് 12 മാസമെങ്കിലും പൂർത്തിയാക്കുക എന്നത് നിർബന്ധമാണ്. ഇതുകൂടാതെ ഒരു സമയം ഒന്നിൽ കൂടുതൽ തൊഴിൽ മാറ്റത്തിന് അപേക്ഷിച്ചവരും ആയിരിക്കരുത്. ഒരു അപേക്ഷയിൽ തീർപ്പാകുന്നതുവരെ മറ്റു തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നത് സാധുവാകുന്നതല്ല. നിലവിൽ സമർപ്പിക്കപ്പെട്ട തൊഴിൽ കരാറിന്റെ അവധി അനുസരിച്ച് അധികൃതർ നൽകിയ അറിയിപ്പ് കാലയളവിനുള്ളിലായിരിക്കും തൊഴിൽ മാറ്റം സാധ്യമാക്കുക. വീട്ടു ഡ്രൈവർ, ഹോം ഗാർഡ്, വീട്ടുജോലിക്കാരൻ, ഇടയൻ, തോട്ടക്കാരൻ അഥവാ കർഷകൻ തുടങ്ങിയ 5 വിഭാഗങ്ങളിലൊഴികെ സ്വകാര്യ മേഖലയിലെ എല്ലാ പ്രവാസി തൊഴിലാളികൾക്കും പുതിയ പരിഷ്കാരത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.